ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെമ്മീൻ ഫ്രൈഡ് റൈസാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. ഒരു 1.5 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് ഒരു 3 കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഞാനത് കുറച്ച് ഉപ്പ് ഇട്ട് തുറന്നാണ് വേവിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ കഴുകി മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ടാണ്. ഇപ്പോൾ നമുക്കത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം കുറച്ച് നേരത്തേക്ക്. അത് റെഡിയാകുന്നത് വരെ നമുക്ക് ആ സമയത്ത് നമുക്ക് നമ്മുടെ അരി ഒന്ന് വെന്തോ നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ്. നമ്മളിവിടെ ആദ്യം എടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നമുക്ക് നീളത്തിലരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാഫ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സവാള, ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഒണിയനാണ്. നമ്മളിതെല്ലാം നീളത്തിലാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. വെജിറ്റബിൾസ് നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം കേട്ടോ. ഇനി നമ്മളൊരു ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ചെമ്മീൻ മാറ്റി നമുക്ക് ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗമാണ് നമ്മൾ ആദ്യം ഇടുന്നത്. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് സവാള, ഒരു ഫുൾ സവാള നമുക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ബാക്കി വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ക്യാപ്സിക്കം, ക്യാബേജ്, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ക്യാരറ്റ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെജിറ്റബിൾസ് നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് വാട്ടി കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീനും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ റൈസ്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ്, അതും ഇതിൻ്റെ കൂടെ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. റൈസ് തിളപ്പിക്കുമ്പോൾ തുറന്ന് തന്നെ വെച്ച് തിളപ്പിക്കുക, അല്ലെങ്കിൽ അത് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാൻ കുറച്ച് സോയാ സോസ്, ഒരു 2 അടപ്പ് സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ റൈസിലും മിക്സ് ആവുന്ന രീതിയിൽ അതങ്ങ് മിക്സ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്തോളാം. നമ്മൾ ഓൾറെഡി ചെമ്മീൻ വറുത്തതിനകത്ത് ഉപ്പുള്ളത് കൊണ്ടാണ് പിന്നെ അധികം ആഡ് ചെയ്യാത്തത്. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തോളാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം. അത് മിക്സ് ചെയ്യണ്ട ഇപ്പോൾ.
ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് അങ്ങ് എല്ലാ റൈസിലേക്കൊക്കെ പിടിക്കും. എന്നിട്ട് പിന്നെ തുറന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം. നമ്മൾ സൈഡായിട്ട് നമുക്ക് കുറച്ച് സാലഡും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യു.